ഗുരുവായൂരപ്പൻ്റെ ഒട്ടനവധി കീർത്തനങ്ങളും ഗാനങ്ങളും ഇപ്പം നാമസങ്കീർത്തനങ്ങളൊക്കെ പാടുമ്പോഴും നമ്മൾ ഓരോ ഭക്തരും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ വായിച്ചിരിക്കേണ്ട പുണ്യഗ്രന്ഥം, ഭക്തിഗ്രന്ഥമാണ് നാരായണീയം. ശ്രീനാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹം തൻ്റെ ഗുരുവായിരുന്ന അച്യുത പിഷാരടിയുടെ വാതരോഗം തൻ്റെ യോഗബലം കൊണ്ട് സ്വയമേ ഏറ്റെടുത്തു. ഇപ്പോൾ വാതരോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സഹിക്കാൻ പറ്റാത്ത അത്രയും ഒരു വേദനയാണ് റുമാറ്റിക് പെയിൻ. അപ്പം അത്രയും വേദനയിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് ഗുരുവായൂപുരം ഗത്വാ അദ്ദേഹം ഗുരുവായൂർക്ക് വരികയാണ്. ഗുരുവായൂർ വന്നിട്ട് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹം കൃഷ്ണ വാതാലയേശ വാതാലയേശ വാതപുരാധീശ എന്നാണല്ലോ ഭഗവാനെ വിളിക്കുന്നത്. വായു ഭഗവാൻ പ്രതിഷ്ഠിച്ച, വായു ഭഗവാൻ പൂജ ചെയ്യുന്ന ആ ഗുരുവായൂരപ്പൻ ഭഗവാൻ വിചാരിച്ചാൽ എൻ്റെ ഈ ഒരു വാതരോഗം മാറാൻ സാധിക്കില്ലേ എന്ന് അദ്ദേഹം ഭഗവാനോട് ചോദിക്കുകയാണ്. എല്ലാ രീതിയിലും, അതായത് തൃണാവർത്തനായ കൊടുങ്കാറ്റിന്റെ ഭാവമുള്ള തൃണാവർത്തൻ എന്ന അസുരനെ പോലും വധം ചെയ്ത സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ വാതരോഗം മാറാൻ സാധിക്കില്ലേ എന്ന് ഭഗവാനോട് കെഞ്ചി പറയുകയാണ്. അദ്ദേഹം കരഞ്ഞു പറയുകയാണ്. എങ്ങനെയൊക്കെ ഭഗവാനോട് പറയാമോ അത്തരത്തിലൊക്കെ അദ്ദേഹം പറയുകയാണ്. അങ്ങനെ പറയുമ്പോഴാണ് അദ്ദേഹത്തിന് തോന്നുന്നത് ഇനി ഭഗവാനെ തന്നെ പാടി തുടങ്ങാം എന്ന്. അപ്പം അങ്ങനെ ഭഗവാന്റെ അടുത്ത് നിന്ന് കരഞ്ഞും കേണപേക്ഷിച്ചും ദേഷ്യത്തോടുകൂടി എല്ലാ ഭാവത്തിലും എങ്ങനെയൊക്കെ ഭഗവാനോട് പറയാമോ അതുപോലെയൊക്കെ പറഞ്ഞ് അദ്ദേഹം എഴുതി സമർപ്പിച്ച 1000 ശ്ലോകങ്ങൾ അടങ്ങുന്ന, അതായത് 100 ദശകം, ഒരു ദശകം എന്ന് പറഞ്ഞാൽ 10, ഇങ്ങനെ 1000 ശ്ലോകങ്ങളും കൃഷ്ണ കൃഷ്ണ എന്ന് ഭഗവാനെ പാടി സ്തുതിച്ച ഭക്തികാവ്യം നാരായണീയം. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊരു കഷ്ടം വന്ന് അല്ലെങ്കിൽ ഒരു ദുരിതം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ എപ്പോഴും ചിന്തിക്കുക, ഭഗവാനോട് നമ്മൾ ഇത്രയും ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചല്ലോ എന്നിട്ടും എനിക്ക് ഈ ഒരു ദുഃഖം തന്നില്ലേ കൃഷ്ണ എന്ന് നമ്മൾ പരാതി പറയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇത്രയൊക്കെ ഞാൻ പൂജിച്ചിട്ട് ഇതാണോ ഭഗവാനെ ഫലം എന്ന് ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഭഗവാനെ ഇത് നിനക്ക് നീ വിചാരിച്ചത് മാറ്റി തരാവുന്നതല്ലേ എന്ന് യാചിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇത്രയുമൊക്കെ ഒരു വാതരോഗം വന്നിട്ടും അതിനെ ഒരു കാരണമായി കണ്ട്, ഒരു നിമിത്തമായി കണ്ട്, ആ ഒരു വാതരോഗത്തിനെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയി കണ്ട് ഭഗവാനെ പ്രകീർത്തിക്കുന്ന 1000 നാമങ്ങളോട് കൂടിയ നാരായണീയം എന്ന ഈ ഒരു മഹത് ഗ്രന്ഥം എഴുതിയ മഹിമ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അദ്ദേഹത്തിന് മാത്രമാണ്. 100ാമത്തെ ദശകത്തിൽ ഭഗവാന്റെ കേശാദിപാദ വർണ്ണന നടത്തി ഭഗവാനെ നേരിട്ട് പ്രത്യക്ഷപ്പെടുത്തി ദിവ്യ കൈശോരവേഷം, കുഞ്ഞു ബാലനമായല്ല അതുപോലെ വലിയ ഒരാളുമല്ല, ദിവ്യ കൈശോരവേഷം, കിശോരഭാവത്തിൽ വേണുഗോപാലന്റെ ഭാവത്തിൽ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ട കൃതി നാരായണീയം. ഈ ഒരു നാരായണീയത്തിലെ ഓരോ ശ്ലോകങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ശ്ലോകങ്ങളാണ്. നാരായണീയം കാണുന്നത് മഹത്വം, കേൾക്കുന്നത് പുണ്യം, അത് ഒരിക്കലെങ്കിലും പാരായണം ചെയ്യുന്നത് സായുജ്യം. യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം കീസലയം ദ്യുതരുകിസലയം നാഥാ തേ പാദമൂലം നാഥാ പാദമൂലം
चित्तस्थितं मे नित्यं चित्तस्थितं मे नित्यं चित्तस्थितं मे पवनपुरपते कृष्णा कारुण्य सिंधु कृष्णा कारुण्य सिंधु कारुण्य सिंधु कारुण्य सिंधु कृत्वा निःशेषतापान् प्रतिशतु परमानंद 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 संदोह लक्ष्मी परमानंद संदोह लक्ष्मी परमानंद संदोह लक्ष्मी परमानंद संदोह लक्ष्मी पावन गुरु पवन पुराधीशमाश्रये पावन गुरु पवन पुराधीशमाश्रये हे पावन गुरु पवन पुराधीशमाश्रये गुरु पवन पुराधीशमाश्रये हे पावन गुरु पवन पुराधीशमाश्रये गुरु पवन पुराधीशम् आश्रये जीवन धर संकाशम जीवन धर संकाशम कृष्णं गोरोगेशं जीवन धर संकाशम कृष्णं गोरोगेशं पते कृष्णा पूजित विधि पुरंदरं राचित मुरलीधरं पूजित विधि पुरंदरं